ഒരു ശംഖുധ്വനിയിലുയർന്നു ഗംഗയതിലടിമുടി മുങ്ങിയ ഋഷിതൻ ചെറുമന്ത്രച്ചരടിലൊതുങ്ങി സർവഗുണമനിതരവർണ്ണവുമായി സൂര്യവീഥിയിൽ അടർന്ന കുങ്കുമപ്പൂവു പോലെയൻ ഭാരതം ദേവഗന്ധമരുളിയിടവേ പുലരിയൊത്തു ഞങ്ങളും പാടി വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം. ഒരു കുഞ്ഞിൻ്റെ രോദനം നമുക്ക് കേൾക്കാം. ചുമരുകളിൽ, ഗർഭപാത്രത്തിൻ്റെ അതിരുകളിൽ, താളുകളിൽ പ്രതിധ്വനിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ വിലാപം. ഓരോ ശിശുരോദനത്തിലും കേൾപ്പു ഞാൻ ഒരു കോടീശ്വര വിലാപം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ തുറക്കാം. കേൾവിയുടെ ഉള്ളറകൾ തുറന്നു വയ്ക്കാം. ഈശ്വരൻ്റെ വിലാപത്തോടൊപ്പം ഞരങ്ങുന്ന ആ ശിശുരോദനം നമുക്ക് കേൾക്കാം. എന്നെ നിങ്ങൾക്ക് കേൾക്കാമോ? ഇന്നാണ് എൻ്റെ പപ്പയുടെയും മമ്മയുടെയും കല്യാണം. അവർക്കും ഇഷ്ടമായിരുന്നോ പരസ്പരം? ആ സ്നേഹത്തിന്റെ ഇഷ്ടത്തിന്റെ ഭാഗ്യമായിരുന്നു ഞാൻ. ഈശോ അവർക്ക് കൊടുത്ത വിലപ്പെട്ട സമ്മാനം. പക്ഷേ എന്റെ ജോണെ, കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയല്ലേ ആയുള്ളൂ? നിനക്ക് എന്താ ഞാൻ പറഞ്ഞ മനസ്സിലാകാത്തത്? അപ്പോഴേക്കും ഒരു കുഞ്ഞോ? ശരിയാ, ഞാനെന്നെ വീട്ടിൽ പറയാമെന്ന് അടച്ചിട്ട് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. നമുക്ക് ഉടനെ ഒരു ഡോക്ടറിനെ കാണണം. You mean an abortion? അവര് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ദേ എനിക്കൊരു മാസം പ്രായമായി. എന്റെ ജീവനുള്ള ശരീരത്തെക്കുറിച്ചാണോ? എന്നെക്കുറിച്ച് അവർക്ക് യാതൊരു സന്തോഷവുമില്ലേ? മമ്മി, ഞാൻ മമ്മിയുടെ പൊന്നു മോളല്ലേ? എന്നെ അവർ കേട്ട് കാണുമോ ആവോ? പ്രണയിച്ചിടുന്ന കാലത്ത് പോലും ഞാൻ ഇത്രയും ടെൻഷൻ അനുഭവിച്ചിട്ടില്ല. ജോൺ എന്താ പറഞ്ഞിരുന്നത്? സെലീൻ, നിന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞ് നമ്മുടെ സ്നേഹത്തിന്റെ തെളിവല്ലേടാ. പക്ഷെ എന്റെ ജോലി, എന്റെ കരിയർ, ഒരു കുഞ്ഞിനെ പ്രസവിച്ച് കഴിയുമ്പോൾ എന്റെ കോലം എന്തായിരിക്കും? നമ്മുടെ പേരൻസും നമ്മളെ പ്രസവിച്ചതന്നെയല്ലേ വളർത്തിയത്. പ്ലീസ് ജോൺ, എന്നെ പ്രാന്ത് പിടിപ്പിക്കരുത്. എന്റെ ഹൃദയം ഇടിച്ചു തുടങ്ങി. മമ്മി, മമ്മിക്ക് ആ ശബ്ദം കേൾക്കാമോ? ദേ എന്നെ കുഞ്ഞി കൈകൾ വളർന്നു. എന്റെ മമ്മിക്ക് എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? മമ്മി, മമ്മി എന്താണ് എന്നോടൊന്നും മിണ്ടാത്തെ? നിങ്ങളുടെ പ്രശ്നം എനിക്ക് മനസ്സിലാവും. പക്ഷെ സെലിൻ, നിന്റെ ഉദരത്തിൽ വളരുന്നത് ഒരു ജീവൻ തന്നെയാണ്. അതിനെ ഇല്ലാതാക്കുക എന്നുള്ളത് ഒരു കൊലപാതകം തന്നെയാണ്. എന്തൊക്കെയായാലും എനിക്കൊരു കുഴപ്പമില്ല. എനിക്കെന്റെ ജോലി തന്നെ വലുത്. ജോണെ, നീ ഒന്ന് പറഞ്ഞേ. ഡോക്ടറെ നിങ്ങളൊന്ന് സഹായിക്കണം. ഈ കല്യാണത്തിന്റെ പുകിലുകളൊക്കെ ഒന്ന് മാറി വരുന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞിനെ ആക്സെപ്റ്റ് ചെയ്യാന്നൊക്കെ വെച്ചാ. എനിക്കതേക്കുറിച്ചൊക്കെ അറിയാം. പക്ഷേ ഒരു അബോർഷന്റെ കോൺസിക്വൻസസിനെ കുറിച്ച് നിങ്ങൾ ബോധവാന്മാരായിരിക്കണം. ഈ കേസ് ഇത് ഞാൻ ചെയ്തോളാം.
ഇന്ന് ഓഗസ്റ്റ് 15. എല്ലായിടത്തും സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ എൻ്റെ പപ്പയും അമ്മയും എന്നെ കൊന്നു. എനിക്ക് എന്ത് ഇഷ്ടമായിരുന്നു എൻ്റെ പപ്പേനെയും അമ്മേനെയും. ഈ നിറങ്ങൾ നിറഞ്ഞ ലോകം കാണാൻ ഞാൻ എന്തെങ്കിലും കൊതിച്ചെന്നോ? എന്നെ നിങ്ങൾ എന്തിനാ കൊന്നത്? നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ കൊല്ലാത്തതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഈ ലോകത്തിൽ ജനിക്കാൻ സാധിച്ചത്? പിന്നെ എന്തിനാണ് എന്നെ കൊന്നത്? എന്റെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയത് എന്തിനാ? ആ കുഞ്ഞിൻ്റെ രോദനം നിങ്ങൾ കേൾക്കുന്നില്ലേ? ഈ ലോകത്തിൽ ആ ദമ്പതികൾക്ക് ദൈവം സമ്മാനമായി നൽകിയതായിരുന്നു ആ കുഞ്ഞിനെ. ഈ ലോകത്തിൽ ജനനം നിഷേധിക്കപ്പെട്ട ആ കുഞ്ഞിൻ്റെ ആത്മാവിനെ സ്വർഗാരോഹണം ചെയ്ത മാതാവ് സ്വർഗത്തിലേക്ക് നയിക്കുന്നു. നമ്മൾക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ ജീവിതം ഇല്ലാതാക്കിക്കൊണ്ടാവരുത് നാം ജീവിക്കേണ്ടത്.